നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ഒരു വിവാദങ്ങൾ നിറഞ്ഞൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ അടുത്തിടെയാണ് ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയത്. അതായത് നമ്മൾ ഈ ജനഗണമനയ്ക്ക് നൽകുന്ന അതേ ബഹുമാനം, അതേ ആദരവും വന്ദേ മാതരത്തിന് നൽകണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ സർക്കുലറിൽ പറയുന്നത്. ആദ്യം ജനഗണമന പാടുന്നതിന് മുന്നേ തന്നെ ആദ്യം വന്ദേ മാതരം പാടണം. അതിനുശേഷം ജനഗണമന ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികളിൽ ഇതെല്ലാം തന്നെ നമ്മൾ പാലിക്കണമെന്ന് കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജനഗണമന മാത്രമാണ് പാടിയത്. വന്ദേ മാതരം ഒന്നും പാടിയിട്ടില്ല. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലും വന്ദേ മാതരം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഗവർണറെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ വന്ദേ മാതരം പൂർണ്ണമായി തന്നെ അവിടുത്തെ മേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ കൗൺസിലർമാർ ആലപിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെ നാടകീയമായ ഒരു നീക്കങ്ങളാണ് കോഴിക്കോട് ഇന്ന് കണ്ടത്. അതായത് അവിടെ കോഴിക്കോട് നഗരസഭയിൽ ജനഗണമനയാണ് പാടിയത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ബി.ജെ.പിയുടെ കൗൺസിലർമാർ വന്ദേ മാതരം പാടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഒരേ സമയത്ത് തന്നെ ജനഗണമനയും അതോടൊപ്പം തന്നെ വന്ദേ മാതരവും മുഴങ്ങുന്ന ഒരു നാടകീയമായ ഒരു നീക്കങ്ങളുണ്ടായി. സ്പോട്ടിൽ തന്നെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും ഇത് രാജ്യത്തെ അപമാനിക്കുന്നു, ബി.ജെ.പി അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായിട്ട് തന്നെ വരുന്നൊരു സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും അവിടെ ജനഗണമനയാണ് പാടിയത്. വന്ദേ മാതരം ഒന്നും തന്നെ പാടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ സഖ്യം വന്ദേ മാതരത്തെ അപമാനിക്കുന്നു എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്ദേ മാതരം ആലപിച്ചില്ല എന്നത് ഗവർണറെ വലിയ രീതിയിൽ ചുടിപ്പിക്കുന്നുണ്ട്. ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ അത് ഔദ്യോഗികമായി തന്നെ എന്താണ് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നതെന്നൊരു വ്യക്തത വരികയുള്ളൂ. കോഴിക്കോടും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ ഒരു വിവാദമായ ഒരു പ്രശ്നത്തിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെയാണ് പതാക ഉയർത്തിയത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് സംസ്ഥാനത്തിന്റെ നടപടി. ഔദ്യോഗിക പരിപാടിയിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്ന നിയമം പാർലമെന്റ് പാസാക്കിയിരുന്നുവെങ്കിലും കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വന്ദേ മാതരം ആലപിക്കുന്നത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നൽകിയ ഉത്തരവ് നേരത്തെ വിവാദമാവുകയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കാത്തിരുന്നു കാണൂ എന്നൊക്കെയായിരുന്നു 2 ദിവസത്തിനു മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും യു.ഡി.എഫിനും വ്യക്തമായ ഒരു നയമുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാകും കാര്യങ്ങൾ നടക്കുക എന്നാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും പാടുന്നത് മതേതരത്വത്തിന് എതിരാണ് എന്ന അഭിപ്രായമാണ് പ്രതിപക്ഷവും ഭരണപക്ഷത്തുള്ള ചില ഘടകകക്ഷികളും ഉയർത്തുന്നത്. രാജ്യത്ത് ജനഗണമന ആലപിക്കുന്ന എല്ലാ ചടങ്ങുകളിലും തൊട്ടു മുമ്പ് വന്ദേ മാതരം ആലപിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശം. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിലും രാഷ്ട്രപതി, ഗവർണർ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടികളിലും വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങൾ ആലപിക്കണമെന്നും ഈ സമയത്ത് എല്ലാ പൗരന്മാരും എഴുന്നേറ്റ് നിൽക്കണമെന്നും ഉത്തരവിലുണ്ട്. എന്നാൽ ന്യൂസ് റീൽ, ഡോക്യുമെന്ററി, സിനിമാ പ്രദർശനം എന്നിവിടങ്ങളിൽ വന്ദേ മാതരം കേൾക്കുമ്പോൾ എഴുന്നേൽക്കേണ്ടതില്ല. സ്കൂൾ അസംബ്ലികളിലും വന്ദേ മാതരം ആലപിക്കാൻ സാധിക്കുന്ന എല്ലാ പരിപാടികളിലും ഇത് നിർബന്ധമാക്കണമെന്ന നിർദ്ദേശമുണ്ട്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതോ അതിന്റെ ആലാപനം ബോധപൂർവം തടസ്സപ്പെടുത്തുന്നതോ ക്രിമിനൽ കുറ്റമാണെന്ന് കേന്ദ്ര സർക്കാർ പുതിയ നിയമ ഭേദഗതി നടപ്പിലാക്കിയിട്ടുണ്ട്. ദേശീയ ബഹുമതി നിയമം അത് ഭേദഗതി ചെയ്തതാണ് വന്ദേ മാതരത്തിന്റെ ദേശീയ ഗാനത്തിന് തുല്യമായ നിയമ പരിരക്ഷ ഉറപ്പാക്കുന്നത്. ദേശീയഗാനത്തിനൊപ്പം ദേശീയഗീതത്തെയും പ്രചാരം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. വന്ദേ മാതരം ആലപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ജനഗണമന പാടുന്നതിന് മുമ്പ് തന്നെ വന്ദേ മാതരം പാടണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമെല്ലാം തന്നെ ഓരോ സംസ്ഥാനങ്ങളും, അതായത് ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ അപ്പാടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരും വന്ദേ മാതരം പാടിയിട്ടില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും തന്നെ വന്ദേ മാതരം പാടിയിട്ടില്ല എന്നുള്ളത് അത് വന്ദേ മാതരത്തെ അപമാനിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ എത്തുമ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ആ സംസ്ഥാനത്തെ സർക്കാരിന് നേരെ ചിലപ്പോൾ നടപടിയെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരോട് റിപ്പോർട്ട് ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല.